ഹായ് ഓൾ, വെൽക്കം ടു ക്ലാസ്മേറ്റ് മലയാളം. അപ്പോൾ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പുതിയ സിലബസ് അനുസരിച്ചുള്ള 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റേഴ്സാണ്. സോ അതിൽ മൂന്നാമത്തെ ചാപ്റ്റർ സമാന്തര വരകൾ, അല്ലെ അവസാനത്തെ സെക്ഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രോബ്ലംസ് അല്ലേ, ലാസ്റ്റ് അൺസോൾവ്ഡ് ആയിട്ട് തന്നിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ 3 ചോദ്യങ്ങൾ നമ്മൾ ഇതുവരെ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് 4ാമത്തെ ചോദ്യമാണ് നോക്കേണ്ടത്. നോക്കാം 4ാമത്തെ ചോദ്യം എന്താണെന്ന്. In the picture below, the triangle is divided into 3 small triangles by joining the centroid to the 3 vertices. Prove that all 3 triangles have same area. ചിത്രത്തിലെ ത്രികോണത്തിൽ മധ്യമ കേന്ദ്രവും 3 മൂലകളും യോജിപ്പിച്ച് ത്രികോണത്തെ 3 ചെറിയ ത്രികോണങ്ങളായി ഭാഗിച്ചിരിക്കുന്നു. 3 ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവാണെന്ന് തെളിയിക്കുക. സോ അവരെന്താ പറയുന്നത്? ഇതുണ്ടോ, ഇതാണ് മധ്യമ കേന്ദ്രം അഥവാ സെൻട്രോയിഡ്. ഈ സെൻട്രോയിഡിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ 3 വെർട്ടെക്സിലേക്കും ലൈൻസ് വരച്ചിട്ടുണ്ട്. ഓക്കെ, 3 മൂലകൾ എന്ത് ചെയ്യുന്നു, 3 വെർട്ടെക്സ് എന്ത് ചെയ്തു, സെൻട്രോയിഡായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഈ വലിയൊരു ട്രയാങ്കിൾ നമുക്ക് 3 പാർട്ടായിട്ട് കിട്ടും. ഇവിടെ കാണുന്ന ഗ്രീൻ, യെല്ലോ ആൻഡ് ബ്ലൂ, ഈ പച്ച, മഞ്ഞ, നീല നിറത്തിൽ കാണുന്ന 3 ചെറിയ ത്രികോണങ്ങൾ കിട്ടും. നമുക്ക് തെളിയിക്കേണ്ടതാണ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഓൾ 3 triangles have same area. ഈ 3 ത്രികോണങ്ങൾക്കും സെയിം ഏരിയ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, തെളിയിക്കണം. അതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. ഈ 3 ത്രികോണങ്ങൾക്കും സെയിം ഏരിയ ആണെന്ന് നമുക്ക് തെളിയിക്കണം. ഈ മഞ്ഞയായിരുന്നാലും പച്ചയായിരുന്നാലും നീലയായിരുന്നാലും. സോ നോക്കാം. നമ്മൾ ഇതുപോലൊരു കണക്ക് എന്താണ്, തൊട്ട് മുമ്പ് നമ്മൾ നോക്കിയതാണ്, നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇത് അതിന് കുറച്ചുകൂടി സിമ്പിൾ വെർഷൻ ആണെന്ന് നോക്കുകയാണെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു പേര് കൊടുക്കാം. ട്രയാങ്കിളിന് എക്സ് വൈ ഇസഡ് എന്നിരുന്നോട്ടെ, എക്സ് വൈ ഇസഡ്. ഓക്കെ, അടുത്ത പേജിൽ ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് എക്സ് വൈ ആൻഡ് ദിസ് ഈസ് ഇസഡ്, എക്സ് വൈ ഇസഡ്. ആൻഡ് ദിസ് സെൻട്രോയിഡ് നമുക്ക് എന്ത് ചെയ്യാം, ഒ എന്ന് പേര് കൊടുക്കാം. ഒ. നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്, നമ്മൾ പേര് കൊടുത്തു, എക്സ് വൈ ഇസഡ് എന്ന് പേര് കൊടുത്തു. സോ കൺസിഡർ ദിസ് ട്രയാങ്കിൾ ആൻഡ് ടേക്ക് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ as A. Let A be the area of triangle X, Y, Z. Triangle X, Y, Z ന്റെ ഏരിയ ആയിട്ട് എന്തെടുക്കുക, A എടുക്കുക. ഓക്കെ, A is the area of triangle X, Y, Z. അപ്പോൾ ടോട്ടൽ ഏരിയ ആണെന്ത്, എക്സ് വൈ എ എന്ന് പറയുന്നത് കേട്ടോ. ടോട്ടൽ ഏരിയ ആണ് എ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അവർ പറയുന്നുണ്ട് ദ ലൈൻ ജോയിനിങ് വാട്ട് സെൻട്രോയിഡ് ടു ഓൾ വെർട്ടീസസ് അല്ലേ, സെൻട്രോയിഡിൽ നിന്ന് വെർട്ടീസിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈൻ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിനെ നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ എന്ത് ചെയ്യും, അത് എവിടെയായിരിക്കും ഈ സൈഡിൽ ഇന്റർസെക്ട് ചെയ്യുക. അതായത് ഇസഡിൽ നിന്ന് നമ്മൾ സെൻട്രോയിഡിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് മധ്യമ കേന്ദ്രത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വര വരച്ചിട്ടുണ്ട്. ആ വരയെ നമ്മൾ എന്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അത് എവിടെയായിരിക്കും കൂട്ടിമുട്ടുക, അത് ഇന്റർസെക്ട് ചെയ്യുന്നത് ഉറപ്പായും മിഡ് പോയിന്റ് ഓഫ് എക്സ് വൈ ആയിരിക്കും. എക്സ് വൈയുടെ മധ്യബിന്ദു ആയിരിക്കും. കാരണം എന്താണ്, ഈ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈൻ എന്തായിരിക്കും, അതിന്റെ എന്തായിരിക്കും, മീഡിയൻ ആയിരിക്കും അല്ലെ, അതിന്റെ മീഡിയൻ ആയിരിക്കും. അപ്പോൾ ഈ മീഡിയൻ കടന്നു പോകുന്നുണ്ട്. മീഡിയൻ എന്ത് ചെയ്യും, മീഡിയൻ കണക്ട് ചെയ്യുന്നത് ഒരു മൂലയെയും അതിന്റെ എതിർവശത്തെ മധ്യബിന്ദുവിനാണ്. അപ്പൊ പി എന്തായിരിക്കും, പി വിൽ ബി ദ മിഡ് പോയിന്റ്. ഓക്കെ, പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എക്സ് വൈ. പി എന്തായിരിക്കും, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് എക്സ്റ്റെൻഡ് O to XY. O എന്ത് ചെയ്യുന്നു, സോറി ഇറ്റ്സ് നോട്ട് O, ZO. എക്സ്റ്റെൻഡ് ZO to XY. ZOയെ XYയിലേക്ക് നീട്ടുക. ZOയെ XYയിലേക്ക് നീട്ടുക. എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇറ്റ് വിൽ ഇന്റർസെക്ട് അറ്റ് P. അതെന്ത് ചെയ്യും, പിയിൽ കൂട്ടിമുട്ടും. അപ്പോൾ ഇവിടെ ZP എന്താണ്, ZP അതിന്റെ മീഡിയൻ ആണ് കേട്ടോ. ZP അതിന്റെ മീഡിയൻ ആണ്. അപ്പോൾ മീഡിയൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അത് ഈ ട്രയാങ്കിൾ എന്ത് ചെയ്യും, ബൈസെക്ട് ചെയ്യും. സോ ZP എന്താണ്, ZP ഈസ് മീഡിയൻ. സോ മീഡിയൻ എന്ത് ചെയ്യും, ബൈസെക്ട് ദ ട്രയാങ്കിൾ. മീഡിയൻ ട്രയാങ്കിളിനെ ബൈസെക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ ഏരിയ എ ആയിരുന്നു. നൗ ഏരിയ ഓഫ് ട്രയാങ്കിൾ XPZ, അതായത് ഈ ട്രയാങ്കിൾ ലെഫ്റ്റ് സൈഡിലുള്ള XPZ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയയും YPZ ന്റെ ഏരിയ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈ ട്രയാങ്കിളിന്റെ ഏരിയകൾ ഇപ്പോൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ബട്ട് ഹാഫ് ഓഫ് ദി ലാർജർ ട്രയാങ്കിൾ ആയിരിക്കും, ഈക്വൽ ടു
ട്രയാങ്കിൾ വൈ പി ഇസഡ് ഈക്വൽ ടു എന്തായിരിക്കും ഹാഫ് അല്ല എ ബൈ ടു. ഇറ്റ് ഈസ് എ ബൈ ടു എന്ന് നമുക്ക് കിട്ടും. അത് എക്സ് പി ഇസഡിന്റെയും എക്സ് പി ഇസഡ് എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെയും വൈ പി ഇസഡ് എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയകൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. വൈ ബിക്കോസ് പി ഈസ് ദ മിഡ് പോയിന്റ് ആൻഡ് ഇസഡ് പി ഈസ് ദ മീഡിയൻ. ഇസഡ് പി എന്താണ് മീഡിയൻ ആണ്. അപ്പൊ എന്തിട്ട് നമുക്ക് എ ബൈ ടു എന്ന് കിട്ടും. നൗ ഇനി നമുക്കറിയാം ഇത് എ ബൈ ടു ആണെങ്കിൽ ദിസ് സെൻട്രോയിഡ് എന്ത് ചെയ്യും, സെൻട്രോയിഡ് വിൽ divide the median into in the ratio 2:1. എന്ത് ചെയ്യും സെൻട്രോയിഡ്, നമ്മുടെ സെൻട്രോയിഡ് എന്ത് ചെയ്യും, സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഈ മീഡിയനെ എന്ത് ചെയ്യും, മീഡിയനെ ഡിവൈഡ് ചെയ്യും ഇൻ വിച്ച് റേഷ്യോ 2:1. സോ ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ZO ഈസ് ടു PO ഈക്വൽ ടു 2:1 അല്ലെ. ZO ഈസ് ടു PO എന്താണ് 2:1. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രയാങ്കിളിൽ ഈ രണ്ട് ട്രയാങ്കിൾ യെല്ലോയും ഈ ബ്ലൂവിന്റെ ഈ പാർട്ടും കണ്ടോ, ബ്ലൂവിന്റെ ഈ സൈഡുള്ള പാർട്ടും കണ്ടോ. അപ്പൊ എന്ത് ചെയ്യും, ഇതും എന്ത് ചെയ്യും, ഈ ഏരിയ എന്ത് ചെയ്യും ഈ റേഷ്യോയിൽ, കാരണം ദിസ് ഈസ് ടേക്കൺ എസ് ബേസ്. ഇപ്പോൾ ZP കഴിഞ്ഞ കണക്കിൽ ചെയ്ത പോലെ തന്നെയാണ്. ZP ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ഇവിടെ 2:1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ഏരിയ എന്താവും അതുപോലെ ഡിവൈഡ് ആവും. സോ ഏരിയ ഓഫ് യെല്ലോ ട്രയാങ്കിൾ എന്ത് കിട്ടും, ഏരിയ ഓഫ് യെല്ലോ ട്രയാങ്കിൾ മഞ്ഞ ത്രികോണത്തിന്റെ ഏരിയ എന്ത് കിട്ടും, മൊത്തം എത്ര ഉണ്ടായിരുന്നു A by 2 അല്ലെ. A by 2 മഞ്ഞ ത്രികോണം എത്ര പാർട്ടാ വരുന്നത്, മഞ്ഞ ട്രയാങ്കിൾ എത്ര പാർട്ട് വരും, ഈ 2:1 ആണ്. അപ്പൊ 2 പാർട്ട് ആയിരിക്കും എന്ത് ചെയ്യുക യെല്ലോ ട്രയാങ്കിളിന് വരിക. സോ 2:1 നമുക്ക് എങ്ങനെ എഴുതാം, 2 പാർട്ട് മൊത്തം എത്രയുണ്ട്, 2 പാർട്ടും 1 പാർട്ടും മൊത്തം 3 പാർട്ടില് 2 പാർട്ട്. അപ്പോൾ സോ വാട്ട് വിൽ ബി ദ ആൻസർ, this is A by 3. Okay, A by 3 square unit ആയിരിക്കും ഇതിന്റെ ഏരിയ. ഏതിന്റെ, യെല്ലോ ട്രയാങ്കിൾ കേട്ടോ, മഞ്ഞ ത്രികോണത്തിന്റെ. സിമിലർലി ഇതേ കണ്ടീഷൻ തന്നെ ആയിരിക്കും എന്ത് ലെഫ്റ്റില്. സിമിലർലി ഏരിയ ഓഫ് ഗ്രീൻ ട്രയാങ്കിളിന് എന്ത് വരും, ഗ്രീൻ ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് വരും, ഇതേ സാധനം തന്നെയാണ് A by 3. കാരണം ഇതേ സ്റ്റെപ്പ് A by 2 ആണ് മൊത്തം ഉള്ളത് അല്ലെ, മൊത്തം ഉള്ളത് A by 2 ആണ്. ആ A by 2 ഇവിടെ 2:1 എന്ന് ഡിവൈഡ് ആവും. ഗ്രീൻ ട്രയാങ്കിൾ 2 പാർട്ടിലാണ് നടക്കുന്നത്, ഇതാണ് 1 പാർട്ട്. അപ്പൊ 2 പാർട്ടിൽ ഗ്രീൻ ട്രയാങ്കിൾ ഉള്ളതുകൊണ്ട് അതിന്റെ എന്താവും A by 3 ആയിട്ട് മാറും. ഓക്കെ, A by 3 ആയിട്ട് മാറും. അപ്പൊ A by 3 ആണ്. അങ്ങനെയെങ്കിൽ ബ്ലൂ ട്രയാങ്കിളിന്റെ രണ്ടിലും എന്ത് വരും, മൊത്തത്തില് A ആണുള്ളത് അല്ലെ, മൊത്തത്തിൽ A ആണുള്ളത്. അങ്ങനെയെങ്കിൽ ബ്ലൂ ട്രയാങ്കിളിന്റെ എന്ത് വരും, ബ്ലൂ ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് ബ്ലൂ ട്രയാങ്കിൾ എന്താണാവുക, A minus 2 into A by 3. അതായത് ടോട്ടൽ ഏരിയ A അല്ലേ, ടോട്ടൽ ഏരിയ A അല്ലേ, അതിൽ നിന്ന് ഇവിടെ ഒരു A by 3 ഉണ്ട്, ഇവിടെ ഒരു A by 3 ഉണ്ട്. ഇത് രണ്ടും കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ബ്ലൂ ട്രയാങ്കിൾ കിട്ടും. സോ ദാറ്റ് ഈസ് A minus 2A by 3, that is A by 3 square unit. അത് തന്നെയല്ലേ നമുക്ക്. ഇപ്പൊ നോക്കൂ, യെല്ലോ ട്രയാങ്കിളിന്റെ ആയിരുന്നാലും യെല്ലോ ട്രയാങ്കിളിൻ്റെത് A by 3, ഗ്രീൻ ട്രയാങ്കിളിൻ്റെതും A by 3, ബ്ലൂ ട്രയാങ്കിളിൻ്റെതും A by 3 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. സോ അങ്ങനെയെങ്കിൽ എന്താണ് ഇത് നമുക്ക് എന്താ തെളിയിക്കാനുണ്ടായിരുന്നത്, ഈ 3 ത്രികോണങ്ങൾക്ക് ഒരേ പരപ്പളവാണെന്നല്ലേ നമ്മളിപ്പോൾ തെളിയിച്ചില്ലേ. 3 ട്രയാങ്കിൾസിനും എന്താണ് സെയിം ഏരിയ ആണ് വരുന്നത്. ഓക്കെ, സോ അത് പ്രൂഫ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. സോ നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. In the picture below, the midpoints of the side of blue triangle are joined to make the smaller green triangle. The red line is the median of the large triangle. എന്താണ്, ചിത്രത്തിലെ നീല ത്രികോണത്തിനെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാണ്, നീല ത്രികോണം ഈ ബ്ലൂ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാണ് ചെറിയ പച്ച ത്രികോണം വരച്ചിട്ടുള്ളത്. സോ മിഡ് പോയിന്റ്സ് ഇതിന്റെ വെർട്ടെക്സുകൾ എന്താണ്, ഈ വലിയ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ആണ്. ചെറിയ പച്ച ത്രികോണത്തിന്റെ വെർട്ടെക്സുകൾ എന്ന് പറയുന്നത് വലിയ ട്രയാങ്കിൾസിന് മിഡ് പോയിന്റ്സ് ആണ്. ചുവന്ന വര വലിയ ത്രികോണത്തിന്റെ നടുവരയാണ്. ചുവന്ന വര എന്താണ്,
വലിയ ത്രികോണത്തിന്റെ നടുവര അഥവാ മീഡിയൻ ആണ്. ഓക്കെ, മീഡിയൻ ഓഫ് ദി ട്രയാങ്കിൾ. സോ വാട്ട് ഇസ് അവർ ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് this median bisect the top side of the smaller triangle. So first sub question ഇതാണ്. ഈ മീഡിയൻ എന്ത് ചെയ്യുന്നു? മീഡിയൻ bisect the top side of the small triangle. അപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. So this is the bottom side, this is the top side. So top side of the എന്താണ് സ്മോളർ ട്രയാങ്കിൾ ഇതാണ് കേട്ടോ. This is top side. So ഇതിനെ ബൈസെക്ട് ചെയ്യുന്നു. എന്ത്? ഈ മീഡിയൻ ഇതിനെ ബൈസെക്ട് ചെയ്യുന്നു. ഈ നടുവര ചെറിയ ത്രികോണത്തിന്റെ മുകളിലത്തെ വശത്ത് സമഭാഗം ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ നോക്കാം, ഇതാണ് നമ്മുടെ പിക്ചർ അല്ലേ. ഈ പിക്ചറിൽ ബ്ലൂ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് കണക്ട് ചെയ്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് അകത്തുള്ള ഗ്രീൻ ട്രയാങ്കിൾ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? ഒരു പേര് കൊടുക്കാം. പേര് കൊടുത്താൽ ദിസ് ഇസ് എ ബി സി, എ ബി സി, ആൻഡ് മിഡ് പോയിന്റ്സ് നമുക്ക് പേര് കൊടുക്കാം പി ക്യു ആർ. പി ക്യു ആർ എന്താണ്? പി കോമ ക്യു കോമ ആർ മിഡ് പോയിന്റ്സ് ആണ് അല്ലെ. നമുക്ക് മൊത്തത്തിൽ പി കോമ ക്യു കോമ ആർ ഇപ്പൊ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് ആർ ക്യു മാത്രം മതിയല്ലോ. ആർ ക്യു മാത്രം മതിയായതുകൊണ്ട് അതിന് പാരലൽ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ് എ ബി. സോ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി അല്ലേ. പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇനി വേറൊരു കാര്യം എന്താണ്? ആർ കോമ ക്യൂ എന്താണ്? മിഡ് പോയിന്റ് ഓഫ് ഈ സൈഡ്സ് അല്ലേ, ഇവിടെ വരുന്ന സൈഡ്സ് ആണ്. ഈ രണ്ട് സൈഡ്സിന്റെ മിഡ് പോയിന്റ് ആണ് ആർ കോമ ക്യൂ. സോ അതുകൊണ്ട് ക്യു ആർ എന്തായിരിക്കും? പാരലൽ ടു എ ബി ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ക്യു ആർ പാരലൽ ടു എ ബി. എന്തുകൊണ്ടാണ് ക്യു ആർ പാരലൽ ടു എ ബി എന്ന് പറയാൻ കാരണം? ക്യു ആർ എന്ന് പറയുന്ന ലൈൻ എന്താണ്? അതെവിടെയാണ് ജോയിൻ ചെയ്യുന്നത്? Mid points of the larger triangle ആണ്. So the line which connects the midpoints of sides of any two sides of a triangle will be parallel to the third side and it will be half of the third side. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ ചേർത്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമായിരിക്കും. അത് മൂന്നാമത്തെ വശത്തിന്റെ പകുതിയുമായിരിക്കും. Okay, so the line joining midpoints of any two sides of a triangle will be parallel to third side and it will be half of the third side. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? പാരലൽ എന്ന് എഴുതി. അതുപോലെ നമുക്ക് എന്തെഴുതാം? ക്യു ആർ ഈസ് ഈക്വൽ ടു ഹാഫ് എ ബി. ഹാഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? പി ബിക്ക് ഈക്വൽ അല്ലേ. പി ബിക്കും ഈക്വൽ ആണ്. പി ബിക്കും ഈക്വൽ ആണ്. സോ നൗ ഇതെന്തായിരിക്കും? ഇത് മിഡ് പോയിന്റ് ആയിരിക്കില്ലേ? ഇഫ് വി ടേക്കൺ ടെസ്റ്റ് എം, ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഈസ് ടേക്കൺ ആസ് എം. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? ദ ടോപ്പ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ, ടോപ്പ് സൈഡ് ഓഫ് ദി സ്മോൾ ട്രയാങ്കിൾ ഈസ് ഇന്റർസെക്ടിങ് വിത്ത് ദ മീഡിയൻ അറ്റ് എം. ചെറിയ പച്ച ത്രികോണത്തിന്റെ മുകളിലത്തെ വശം വലിയ ത്രികോണത്തിന്റെ നടുവരയുമായി എമ്മിൽ കൂട്ടിമുട്ടുന്നു. ഓക്കെ, എമ്മിൽ കൂട്ടിമുട്ടുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതും എന്താണ്? പി സിയുടെ മിഡ് പോയിന്റ് അല്ലേ. പി സിയുടെ അല്ലെ സി പിയുടെ മിഡ് പോയിന്റ് ആണെന്ത്? എം. സി പിയുടെ മിഡ് പോയിന്റ് ആണല്ലോ എം. സോ വി ക്യാൻ സേ, കാരണം എന്താണ്? ഇവിടെ രണ്ട് ലൈൻസ് ഉണ്ട്. ഇത് ആർ ക്യൂ ആൻഡ് എ ബി ആർ പാരലൽ ആണ്. ആർ ക്യൂവും എ ബിയും പാരലൽ ആണ്. സോ ഏത് രണ്ട് പാരലൽ ലൈനും, രണ്ടോ അതിലധികം പാരലൽ ലൈൻസ് എന്ത് ചെയ്യും? അതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഏത് ലൈനിനെയും സെയിം റേഷ്യോയിൽ എന്താ ഡിവൈഡ് ചെയ്യും. So two or more parallel lines will divide the line crossing in same ratio. എന്താണ്? സെയിം റേഷ്യോയിലേക്ക് എന്ത് ചെയ്യുക? അതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈൻസിനെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. സോ അങ്ങനെ ആയതുകൊണ്ട് എം എന്തായിരിക്കും? മിഡ് പോയിന്റ് ഓഫ് പി സി ആയിരിക്കും. എം എന്താവും? മിഡ് പോയിന്റ് ഓഫ് പി സി. പി സി എന്ന് പറയുന്ന മീഡിയന്റെ മിഡ് പോയിന്റ് ആണ്, നടുവരയുടെ മിഡ് പോയിന്റ് ആണ് എം എന്ന് പറയുന്ന സാധനം. സോ ഇനി നോക്കിയാൽ എം ക്യൂ എന്തായിരിക്കും? അപ്പോൾ ഇവിടെ എം മിഡ് പോയിന്റ് ആണ്, ക്യൂ മിഡ് പോയിന്റ് ആണ്. അത് അപ്പോൾ എന്തിന് പാരലൽ ആയിരിക്കും? പി ബിക്ക് പാരലൽ ആയിരിക്കും. സോ നമുക്കോട് നോക്കിയാൽ എന്ത് പറയാൻ പറ്റും? എം ക്യൂ പാരലൽ ടു പി ബി
and similarly MQ is equal to half PB. പറഞ്ഞൂടെ? പറയാം. സോ നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ്, രണ്ട് മിഡ് പോയിന്റ്സിന് കണക്ട് ചെയ്യുന്ന ലൈൻ എന്താണ്? മൂന്നാമത്തെ സൈഡിന് പാരലാണ്, മൂന്നാമത്തെ സൈഡിന്റെ പകുതിയാണ്. സോ MQ is equal to half PB. MQ is equal to half PB എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്താ തെളിയിക്കാനുണ്ടായിരുന്നത്? ഈ മീഡിയൻ ഇതിനെ ബൈസെക്ട് ചെയ്യുന്നല്ലേ? സോ അത് RQനെ ബൈസെക്ട് ചെയ്യുന്നല്ലേ? ഇപ്പൊ RQനെ ബൈസെക്ട് ചെയ്തില്ലേ? വാട്ട് ഈസ് MQ? MQ is half PB. half PB. സോ വാട്ട് ഈസ് MR എന്തായിരിക്കും? MR എന്തായിരിക്കും? ഈ PB ന്ന് എന്ത് ചെയ്യുക? MR സെയിം സാധനമായിരിക്കും അല്ലേ? ഈ PB ന്ന് MQ കുറയ്ക്കുമ്പോഴായിട്ട് എന്ത് കിട്ടും? നമുക്ക് MR കിട്ടും. ഇത് ഇവിടെ മിഡ് പോയിന്റ് ആണ്. സോ ഇറ്റ് വിൽ ബി സെയിം. സോ വി ക്യാൻ സേ, ശരിക്കും പറഞ്ഞാൽ എന്താണ്? MQ PBയുടെ പകുതിയാണ്, RM എന്താണ്? PBയുടെ പകുതിയാണ്. കാരണം നമ്മൾ നേരത്തെ എഴുതിയ ഒരു ഇക്വേഷൻ ഉണ്ട്, എന്ത്? QR ഈക്വൽ ടു ഹാഫ് AB. QR എന്ന് പറയുന്നത് എന്താണ്? ഈ QR എന്ന് പറയുന്ന ഈ ലെങ്ത് ഹാഫ് ഓഫ് AB ആണ്. സോ ദിസ് QM ഈസ് ഹാഫ് ഓഫ് PB. സോ ദാറ്റ് വിൽ ബി സിമിലർ ഫോർ RM. ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. വൈ? ബിക്കോസ് M മിഡ് പോയിന്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഹെൻസ് പ്രൂവ്ഡ് ദാറ്റ് M ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് RQ. ഹെൻസ് പ്രൂവ്ഡ് ദാറ്റ് M ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് RQ. അല്ലേ? MQ ഹാഫ് PB ആണ്. ഹാഫ് PB ഇതിന്റെ പകുതിയാണ് വരിക. ഓക്കെ. സിമിലർലി ഇതിനും എന്തായിരിക്കും? MRനും MR ഈസ് ഓൾസോ ഈക്വൽ ടു, MR എന്ന് പറയാൻ നമുക്ക് ടോട്ടൽ ലെങ്ത് എന്താണ്? PB അല്ലേ? MQ നമുക്കിവിടെ കിട്ടി. ഈ ഒരു MQ, ഇത്ര MQ നമുക്ക് കിട്ടി ഓൾറെഡി. ഇനി MRും അത് ഈക്വൽ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ടോട്ടൽ എന്താണ്? RQവിൽ നിന്ന് PB/2 എന്ത് ചെയ്യുക? കുറയ്ക്കുക. സോ മൊത്തത്തിൽ എന്താണ്? ഇത് PBക്ക് ഈക്വൽ അല്ലേ? RQ അല്ലെങ്കിൽ QR എന്താണ്? QR ഈക്വൽ ടു PB ഈക്വൽ ആണ്. ഹാഫ് AB ആണ്, PBക്ക് ഈക്വൽ ആണ്. സോ MR നമുക്ക് എന്ത് പറയാൻ പറ്റും? MR is equal to PB മൈനസ് ഹാഫ് PB എന്ന് പറയാം. സോ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഹാഫ് PB. MR എന്തായിരിക്കും? MR ഈക്വൽ ടു ഹാഫ് PB. സോ MQ ഈക്വൽ ടു ഹാഫ് PB ആണ്. MQ is equal to half PB. ഇവിടെ വരുന്നു, സോറി, ദിസ് വൺ. ആൻഡ് MR is equal to half PB, this one. സോ ഇതെന്താണ്? ഹെൻസ് M is the midpoint of RQ. ഇവിടെ എന്തായിരിക്കും? ഇവിടെ നമുക്ക് എന്ത് പറയാം? M is the midpoint of RQ. ഹെൻസ് പ്രൂവ്ഡ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? തെളിയിച്ചു. M എന്താണ്? അതുകൊണ്ട് M QR-ന്റെ അല്ലെങ്കിൽ RQവിന്റെ മധ്യബിന്ദു ആയിരിക്കും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വാട്ട് ഇസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് ദ സെൻട്രോയിഡ് ഓഫ് ലാർജ് ആൻഡ് സ്മോൾ ട്രയാങ്കിൾസ് ആർ ദ സെയിം. വലിയ ത്രികോണത്തിന്റെ മധ്യമകേന്ദ്രം ചെറിയ ത്രികോണത്തിന്റെ മധ്യമകേന്ദ്രമാണെന്ന് തെളിയിക്കുക. വലിയ ത്രികോണത്തിന്, അതായത് വലിയ ത്രികോണത്തിനും ചെറിയ ത്രികോണത്തിനും മധ്യമകേന്ദ്രം സെയിം ആണെന്ന് ചെയ്യണം? പ്രൂവ് ചെയ്യണം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ സെൻട്രോയിഡ്സ് ആർ സെയിം ഫോർ ദി ലാർജർ ബ്ലൂ ട്രയാങ്കിൾ ആൻഡ് സ്മോളർ ഗ്രീൻ ട്രയാങ്കിൾ. സോ സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ നമുക്ക് പേര് കൊടുക്കാം. ആദ്യം നമ്മൾ പേരെല്ലാം കൊടുക്കുക. ശരി, നമുക്ക് പേര് കൊടുത്താലോ? പേര് കൊടുത്താൽ എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്താലേ വല്ലതും കിട്ടുള്ളൂ. സോ പേര് കൊടുക്കുക. A, B, C. These are mid points ആണെന്ന് നമുക്കറിയാം. എന്താണ്? P, Q, R. അല്ലേ? This point of intersection is taken as M. So ഇനി നോക്കിയാൽ, look at this. We know P, Q, R are the mid points. അല്ലെ? ഈ സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് ആണെന്ന് P, Q, R. അപ്പൊ ആ മിഡ് പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ എന്താണ്? പാരലൽ ടു ദ തേർഡ് സൈഡ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. നമ്മളത് ഒരുപാട് റിപ്പീറ്റ് ചെയ്യാൻ എഴുതാനൊന്നും പോകുന്നില്ല. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ കൂടെ കടന്നു പോകുന്ന രേഖ മൂന്നാമത്തെ വശത്തിന് സമാന്തരമായിരിക്കും. അതിന്റെ നീളം എന്തായിരിക്കും? മൂന്നാമത്തെ വശത്തിന്റെ പകുതിയുമായിരിക്കും. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. സോ നോക്കിയാലോ ട്രൂ ആണെന്ന്? അത് ട്രൂ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മൾ പ്രൂഫ് നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എന്താണ്? സെൻട്രോയിഡ്സ് സെയിം ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ ആദ്യം നമുക്ക് ഇത് മാത്രം ഒന്ന് എടുക്കാം. ഈ പി സി എന്ന് പറയുന്ന ഒരു മീഡിയൻ,
നടുവരെ നമുക്കിവിടെ ഉണ്ട്, നടുവരെ നമ്മുടെ കയ്യിൽ ഉണ്ട്. നമുക്ക് ഒരു കാര്യം ചെക്ക് ചെയ്യാം, ഇത് മിഡ് പോയിന്റ്സിനെ കണക്ട് ചെയ്യല്ലേ, മിഡ് പോയിന്റ്സിനെ കണക്ട് ചെയ്യല്ലേ, ഏത് ഈ ആർ ക്യൂവും പി ക്യൂവും ആർ പിയും, പി ക്യൂവും ആർ പി എല്ലാം എന്താണ് മിഡ് പോയിന്റ്സിനെ കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും, നമുക്ക് എഴുതാൻ പറ്റുന്ന 3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, ക്യു ആർ പാരലൽ ടു വാട്ട് എ ബി കോമ ക്യു ആർ ഈക്വൽ ടു ഹാഫ് എ ബി. പറഞ്ഞൂടെ, അതെന്തിന് ഈക്വൽ ആയിരിക്കും, പി ബിക്ക് ഈക്വൽ ആയിരിക്കും. സിമിലർലി നമുക്ക് എന്ത് പറയാം, ക്യു ആർ പറഞ്ഞ പോലെ പി ക്യു പറഞ്ഞൂടെ, പി ക്യു പാരലൽ ടു വാട്ട്, പി ക്യു എന്താണ്, ദീസ് ആർ ദ പിയും ക്യൂവും മിഡ് പോയിന്റ്സ് ആണ്. സോ ഇതിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഈ ലൈൻ എന്തായിരിക്കും, തേർഡ് സൈഡ് ആയിട്ടുള്ള എ സിക്ക് പാരലൽ ആയിരിക്കും, പാരലൽ ടു എ സി കോമ വാട്ട് ഇസ് ദിസ് ലെങ്ത് പി ക്യു, പി ക്യു ഈക്വൽ ടു ഹാഫ് എ സി അല്ലെ, ഹാഫ് എ സി. അത് നമുക്ക് എന്ത് പറയാം, ആർ സി എന്ന് നമുക്ക് പറയാം, ദാറ്റ് ഇസ് ഈക്വൽ ടു ആർ സി. ആൻഡ് തേർഡ് വൺ വാട്ട്, പി ആർ, പി ആർ സോറി പി, പി ആർ പാരലൽ ടു, പി ആർ ഇതാണ് അല്ലെ, പി ആർ പാരലൽ ടു സി ക്യു, പി ആർ പാരലൽ ടു സി ക്യു കോമ ആ പി ക്യൂവിന്റെ ലെങ്ത് എന്തായിരിക്കും, സോറി പി ആറിന്റെ ലെങ്ത് എന്തായിരിക്കും, പി ആർ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ്, പി ആർ എന്തിന് പാരലൽ, പി ആർ പാരലൽ ടു ബി സി, സോ ഹാഫ്, സോറി പി ആർ പാരലൽ ടു ബി സി ആണ് കേട്ടോ, ഞാനിവിടെ എന്താ സി ക്യു ആണ് എഴുതി, സി ക്യൂനും ആണ് ഓക്കെ. സോ ജനറലി ഇറ്റ് ഈസ് ബി സി, സെക്കൻഡ് പി ആർ പാരലൽ ടു ബി സി, പി ആർ പാരലൽ ടു ബി സി എന്താണ്, പി ആർ ബി സിക്ക് സമാന്തരമാണ് കോമ പി ആർ എന്തിന് ഈക്വൽ ആയിരിക്കും, പി ആർ ഇസ് ഈക്വൽ ടു ഹാഫ് വാട്ട് ബി സി, അതെന്തിന് ഈക്വൽ ആയിരിക്കും, സി ക്യു. അത് നമ്മൾ നോക്കിയാൽ, ഇത് നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, എന്താ, ദിസ് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുക, ദിസ് ഇസ് 2, ദിസ് ഇസ് 3. ഫസ്റ്റ് consider equation 1 and 2. From equation 1 and 2 we can say equation 1 എന്താണ്, QR parallel to AB, QR എന്താണ്, QR this QR sorry yeah this QR parallel to AB, okay, QR parallel to AB ആണ്. അതുപോലെ എന്താണ് അടുത്ത എന്താണ്, PC parallel to AC. What is PC, this red line PC parallel to എ സി, എ സി ഏതാണ്, ഈ ലൈൻ അല്ലേ. അതുപോലെ തന്നെ എന്താണ് മൂന്നാമത് പി ആർ പാരലൽ ടു ബി സി. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററൽ എന്ത് ചെയ്യാം, നമുക്ക് ചെക്ക് ചെയ്താൽ ക്വാഡ്രിലാറ്ററൽ പി ക്യു സി ആർ എന്തായിരിക്കും, പി ക്യു സി ആർ എന്തായിരിക്കും, ഇറ്റ് ഈസ് എ പാരലലോഗ്രാം. വൈ, ബിക്കോസ് ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. സോ ജസ്റ്റ് ചെക്ക് ഫ്രം ഇക്വേഷൻ 2 and 3, ഫ്രം ഇക്വേഷൻ 2 and 3, ഇക്വേഷൻ 2 and 3 പരിഗണിച്ചാൽ എന്താണ്, we can say the quadrilateral PQCR is parallelogram എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ മൂന്നാമത്തെ ഇക്വേഷൻ പരിഗണിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, PQCR is a parallelogram അല്ലെ, PQCR എന്താണ്, ഒരു സാമാന്തരികമാണെന്ന് നമുക്ക് തെളിയിക്കാം. അപ്പൊ സാമാന്തരികത്തിന്റെ പ്രത്യേകത എന്താണ്, സാമാന്തരികം അഥവാ പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡയഗണൽസ് bisect each other, okay, diagonals bisect each other. അപ്പോൾ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഫിഗർ നോക്കിയാൽ ഡയഗണൽസ് കൂട്ടിമുട്ടുന്ന എവിടെയാണ്, ഏതൊക്കെയാണ് ഡയഗണൽ, ക്യു ആർ ആൻഡ് പി സി, ക്യു ആർ ആൻഡ് പി സി ആർ ദ ഡയഗണൽസ്, ദോസ് ഇന്റർസെക്ട് അറ്റ് ദോസ് ബൈസെക്ട് ഈച്ച് അതർ, ഓക്കെ, ബൈസെക്ട് ഈച്ച് അതർ ആയതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക്, എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് വാട്ട്, പി എന്ത് ആർ ക്യു എന്ന് പറഞ്ഞൂടെ, therefore M is midpoint of RQ. M is the midpoint of RQ. M is the midpoint of RQ ആയാൽ നമുക്ക് എന്ത് പറയാം, MP is the median of small triangle. MP is
മീഡിയൻ ഓഫ് ഗ്രീൻ ട്രയാങ്കിൾ. ഗ്രീൻ ട്രയാങ്കിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ട്രയാങ്കിൾ PQR എന്ന് പറയാം, ഓർ ട്രയാങ്കിൾ PQR. നോക്കൂ, ഇതിപ്പോ എങ്ങനെ വരച്ചപ്പോൾ എന്താണ്, ഇതിവിടെ M വന്നു. ഓക്കെ, M വന്നു, അതെന്താണ് മിഡ് പോയിന്റ് ഓഫ് RQ എന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് സിമിലർ ടു all other three sides. Okay, ഇതെന്താണ് similar to all three sides. All three sides of smaller triangle. കേട്ടോ, smaller triangle. ചെറിയ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾക്കും ഇത് ഒരേപോലെയാണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ നിന്നൊരു ലൈൻ വരയ്ക്കുന്നു കേട്ടോ. ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ലൈൻ വരയ്ക്കാം. ഈ പോയിന്റിൽ നിന്ന് ഇവിടുത്തെ മിഡ് പോയിന്റ് കണക്ട് ചെയ്ത് ലൈൻ വരച്ചാലും, അതുപോലെ തന്നെ ഈ പോയിന്റിൽ നിന്ന് ഇവിടുത്തെ മിഡ് പോയിന്റ് കണക്ട് ചെയ്ത് ലൈൻ വരച്ചാൽ എന്ത് ചെയ്യും, അത് സെയിം പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. വൈ? ബിക്കോസ് സെൻട്രോയിഡ്. ഓക്കെ, സെൻട്രോയിഡിൽ എന്ത് ചെയ്യും, ഇന്റർസെക്ട് ചെയ്യണം. അതാണ്, അങ്ങനെ ചെയ്യുമെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ MP എന്താണ്, MP CPയുടെ പകുതിയല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, MP is the median of green triangle or PQR. PQRന്റെ മീഡിയൻ ആണ്, and it is a part of median of large triangle. It's a part of CP ആണ്, which is equal to half CP അല്ലേ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, this equation number 4 നിർത്തും. From equation number 4 നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇതാണ്, it is true for all three sides. ബാക്കിയുള്ള എല്ലാ സൈഡ്സിനും ഇത് ട്രൂ ആണ്. സോ നമുക്ക് പറയാം, മീഡിയൻ ഓഫ് സ്മോളർ ട്രയാങ്കിൾ ഈസ് എ പാർട്ട് ഓഫ് മീഡിയൻ ഓഫ് ലാർജർ ട്രയാങ്കിൾ. എന്താണ്, median of smaller triangle will be equal to the median of the half of the median of എന്താണ് larger triangle, and it is same. രണ്ട് മീഡിയൻ സെയിം ആണ്, പക്ഷെ പകുതിയാണെന്നേ ഉള്ളൂ. ചെറുതിലെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അത് പകുതിയാണെന്നേ ഉള്ളൂ. സോ മീഡിയൻ സെയിം ആയതുകൊണ്ട് സെൻട്രോയിഡ് എന്ത് ചെയ്യും, സെൻട്രോയിഡും സെയിം ആയിരിക്കും കേട്ടോ. നമുക്ക് അതിന്റെ മീഡിയൻ എന്താണ്, വലിയ ട്രയാങ്കിളിനായിരുന്നാലും ചെറിയ ട്രയാങ്കിളിനായിരുന്നാലും, വലിയ ബ്ലൂ ട്രയാങ്കിൾ നീല ത്രികോണത്തിനായിരുന്നാലും അകത്തുള്ള പച്ച ത്രികോണത്തിനായിരുന്നാലും നമുക്ക് എന്ത് പറയാം, ഇതിന്റെ മീഡിയൻസ്, നടുവരകൾ എന്താണ്, ഒരേ നടുവരകളാണ് രണ്ടിനും കേട്ടോ. ചെറുതിനുണ്ടെങ്കിലും ചെറുതെന്താണ്, വലുതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ചെറുതിന് വരുന്നത്. സോ നമുക്ക് എന്താ പറയാൻ പറ്റും, ദ സെൻട്രോയിഡ്സ് ആർ സെയിം. സോ എന്തായിരുന്നു പ്രൂവ് ചെയ്യാൻ ഉണ്ടായിരുന്നത്, വലിയ ത്രികോണത്തിന്റെ മധ്യമകേന്ദ്രം ചെറിയ ത്രികോണത്തിന്റെ മധ്യമകേന്ദ്രമാണെന്ന് തെളിയിക്കുക. നമ്മൾ തെളിയിച്ചു, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. M മിഡ് പോയിന്റ് ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ മൂന്ന് സൈഡ്സിനും എന്താണ്, M മിഡ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ മിഡ് പോയിന്റിൽ കൂടെയാണ് ചെറിയ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ മിഡ് പോയിന്റിൽ കൂടെയാണ് വലിയ ട്രയാങ്കിളിന്റെ മീഡിയൻ പാസ് ചെയ്ത് പോകുന്നത്. ചെറിയ ത്രികോണത്തിന്റെ എന്താണ്, വശങ്ങളുടെ മധ്യബിന്ദുവിൽ കൂടെയാണ് വലുതിന്റെ നടുവര പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്താണ്, ഇത് ട്രൂ ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, സെൻട്രോയിഡ്സ് സെയിം ആയിരിക്കും. അത് രണ്ടുവരെയും സെയിം വരെയാണ്. നമ്മൾ ഇവിടെ 6 വരെയായിട്ട്, വലിയ ത്രികോണത്തിന് 3 മീഡിയൻ ഉണ്ട്, ചെറുതിന് 3 മീഡിയൻ ഉണ്ട്, മൊത്തം 6 മീഡിയൻ എന്ന് പറയുന്നെങ്കിൽ ഇവിടെ വെറും 3 മീഡിയൻസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. സോ നിങ്ങൾ മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവരും ഒരുമിച്ച് പഠിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്, ഒരു ക്ലിക്കേ വേണ്ടു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കാണുക. നിങ്ങളുടെ ഓൺ ആയിട്ടുള്ള നോട്ടുകൾ എഴുതിയെടുക്കുക. ഇതുപോലെ കോപ്പി ചെയ്ത് വെക്കരുത്. ഞാൻ കണ്ടന്റ് എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് കേട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ. സോ അപ്പോൾ നമുക്ക് ഈ സെക്ഷനിലെ ലാസ്റ്റ് വീഡിയോ
നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും. അതായത് ആ ഒരു കണക്കൂടെ ഉള്ളൂ നമുക്ക് ബാക്കി ചെയ്യാനായിട്ട്, സോൾവ് ചെയ്യാനായിട്ട്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.